കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് PPE കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്ന് CAG റിപ്പോർട്ട്. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി കൂടുതൽ പണം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഇതിലൂടെ 10.23 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട്. അൺഫിൽറ്റ്, ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ കോവിഡ് കാലത്തെ PPE കിറ്റിൽ ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള തരത്തിൽ ഒന്നാം പിണറായി സർക്കാർ വളരെയധികം ആക്ഷേപം കേട്ടതാണ്, നമ്മൾ കണ്ടതാണ്. അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ഇതിനെ പ്രതിരോധിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വൻ ക്രമക്കേടെന്ന് ചൂണ്ടിക്കാട്ടി CAGയുടെ റിപ്പോർട്ട് വരുന്നു. കണ്ടെത്തലുകൾ, വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും മഷി, PPE കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം തന്നെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഇതിന് പ്രതിരോധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഒപ്പം തന്നെ CPM സർക്കാരുമൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ CAG റിപ്പോർട്ട്, അതായത് 2024-25 വർഷത്തെ CAG റിപ്പോർട്ടാണ്. ആരോഗ്യ രംഗത്തെ വളർച്ചയും മികവുകളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്ന CAG റിപ്പോർട്ടിലാണ് നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ അക്കമിട്ട് നിരത്തുന്നു. അതിലാണ് ഏറ്റവും പ്രധാനവും ഏറ്റവും ശ്രദ്ധേയവുമാകുന്ന കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. PPE കിറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് 2020 കാലത്ത് അന്ന് മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന മുൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലമാണ്. അന്ന് KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായിരുന്ന PPE കിറ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടാണ്, വൻ ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ ഈ CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 2020 മാർച്ച് 28-ന് ഒരു PPE കിറ്റിന് 550 രൂപ നിരക്കിൽ ഒരു കമ്പനിയിൽ നിന്ന് PPE കിറ്റിന് ഓർഡർ വാങ്ങുന്നു. അതിനുശേഷം മാർച്ച് 30, 2 ദിവസം കഴിയുമ്പോൾ ഈ PPE കിറ്റുകൾ വേറെ ഒരു കമ്പനി, അതായത് സാൻഫാർമ എന്ന കമ്പനിയിൽ നിന്ന് 1550 രൂപയ്ക്ക്, അതായത് ഒരു 1000 രൂപ 2 ദിവസത്തിനുള്ളിൽ PPE കിറ്റിൽ നിന്ന് 1000 രൂപയുടെ വർധനവിൽ നിന്നാണ് മറ്റൊരു കമ്പനി, സാൻഫാർമ എന്ന കമ്പനിക്ക് കരാർ ഒപ്പിടുന്നു. ആദ്യം 550 രൂപയ്ക്ക് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ 25,000 PPE കിറ്റുകൾ ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും 15,000 കിറ്റുകൾ മാത്രമേ ഇഷ്യൂ ചെയ്തുള്ളൂ. അപ്പോഴേക്കും തൊട്ടടുത്ത ദിവസം 2 ദിവസം കഴിയുമ്പോൾ സാൻഫാർമ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്ക് 1000 രൂപ അധികം, അതായത് അധികം പൊതുവിപണിയിൽ ഉണ്ടായിരിക്കുന്ന വിലയിൽ നിന്ന് 300% അധികം രൂപ മുതൽ മുടക്കിയാണ് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകുന്നത്. ഇതിലൂടെ സംസ്ഥാന സർക്കാരിന് 10,23 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. പൊതുഖജനാവിൽ നിന്ന് ഇത്രയും കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേട് തന്നെ നടന്നിരിക്കുന്നുവെന്നും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ സമയത്തുമുണ്ടായ കിറ്റുകളുടെ വിതരണം, അത് എത്ര രൂപ, എത്ര കോടി രൂപ സർക്കാർ നഷ്ടമായി, എത്ര കോടി രൂപ ചിലവായിട്ടുണ്ടെന്നൊക്കെ തന്നെ കൃത്യമായി തന്നെ CAG ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ അന്ന് ആ സമയത്ത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന PPE കിറ്റുകളുടെ തിരിമറി സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഉയർത്തുകയും മാധ്യമങ്ങൾ തന്നെ അത് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അന്ന് അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണപക്ഷം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ സാധൂകരിച്ചു. അതൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ഒപ്പം തന്നെ അന്ന് വന്ന ആരോപണങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ടിൽ ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഈ ഒന്നാം പിണറായി സർക്കാരിനെതിരെയും അന്നത്തെ ആരോഗ്യ വകുപ്പിനെതിരെയും PPE കിറ്റുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അശ്വതി, അൺഫിൽറ്റ്, ഈ ഇത്തരത്തിലുള്ള അഴിമതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പുറത്തു വരുന്നു, CAG റിപ്പോർട്ട് പുറത്തു വരുന്നു, കണ്ടെത്തലുകൾ വരുന്നു. ഇതിനെ എങ്ങനെയായിരിക്കും സർക്കാർ നേരിടുക? അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും സർക്കാർ പ്രതിരോധിക്കുക? നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിലും നമ്മൾ കണ്ടതാണ്, ആരോഗ്യമന്ത്രിയൊക്കെ വളരെയധികം ഇതിനെ പ്രതിരോധിച്ച് നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതിരോധം എങ്ങനെയായിരിക്കും? ഈ CAG റിപ്പോർട്ട് പുറത്തു വന്ന നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ഈ CAG റിപ്പോർട്ടിൽ പ്രതിപക്ഷം എന്താണ് മുമ്പ് ആരോപിച്ചിരുന്നത് അതൊക്കെ തന്നെയും ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വന്നൊരു സാഹചര്യത്തിൽ സർക്കാർ വ്യക്തമായ മറുപടി പറയണം. കാരണം പൊതുഖജനാവിൽ കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, സാധാരണ പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വിലയേക്കാൾ, പൊതുവിപണിയിൽ നൽകേണ്ട വിലയേക്കാൾ 300% അധികം നിരക്കിലാണ് അന്ന് PPE കിറ്റുകൾ വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായി ഏത് കമ്പനിയിൽ നിന്നാണ്, ഏതൊക്കെ സമയത്താണ്, ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, എത്ര രൂപ മുതൽ മുടക്കിയാണ് PPE കിറ്റുകൾ സർക്കാർ വാങ്ങിയെന്ന് കൃത്യമായി തന്നെ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഒരു 2 ദിവസത്തിന്റെ ഇടവേളയിലാണ് ഒരു PPE കിറ്റിന് 550 നിന്ന് 1550 രൂപയുടെ വർധനവിലാണ് സാൻഫാർമ എന്ന് പറയുന്ന മറ്റൊരു മെഡിക്കൽ സ്ഥാപനത്തിന് ഈ കരാർ നൽകുന്നത്. ഇതിലൂടെ കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നു. ഇത് കൃത്യമായി സർക്കാർ പുറത്തു കൊണ്ടുവരണം, കൃത്യമായി ഉത്തരം പറയണമെന്നും പ്രതിപക്ഷം ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. നാളെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭയിൽ പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉയർത്തുമ്പോൾ KK ശൈലജ MLA ആണ് നിലവിൽ. അതുകൊണ്ട് തന്നെ KK ശൈലജ ഒരുപക്ഷെ ഇതിന് മറുപടി പറയുമായിരിക്കും. സർക്കാർ ഇതിനെ എങ്ങനെയാകും പ്രതിരോധിക്കുക? നിലവിലെ ആരോഗ്യമന്ത്രി
ആരോഗ്യമന്ത്രിയായിരിക്കുന്ന വീണ ജോർജും ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരുന്നത് തുടർ ഭരണമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ സർക്കാരിൻ്റെ കീഴിൽ അടുത്തൊരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ മുൻ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും രീതിയിൽ വീഴ്ചകൾ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ തുടർ ഭരണത്തിലിരിക്കുന്ന അടുത്ത ആരോഗ്യമന്ത്രിയും ബാധ്യസ്ഥയാണ്. രണ്ടുപേരും നാളെ നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ കൃത്യമായ എന്താണ് വ്യക്തതയും കൃത്യതയും ഈ CAG റിപ്പോർട്ടിന്മേൽ സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും CAG റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. അതിലൊരിക്കലും അതിനകത്തൊരു കള്ളം അല്ലെങ്കിൽ അതിനകത്ത് ഒന്നും തന്നെ വെള്ളം ചേർക്കാനായി ഭരണപക്ഷത്തിന് സാധിക്കുമില്ല. ഈ CAG റിപ്പോർട്ട് കൃത്യമായ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഇത് ഇപ്പോൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉറപ്പാണ് സഭയിൽ ഇത് സർക്കാർ വലിയ രീതിയിൽ തന്നെ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.